ഹായ് ഓൾ, വെൽക്കം ടു മൈ ക്ലാസ്. അപ്പോൾ നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് 3rd സ്റ്റാൻഡേർഡ് EVSലെ 3rd ചാപ്റ്റർ ആയിട്ടുള്ള വാട്ടർ ആൻഡ് സോയിലാണ് കേട്ടോ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമ്മളിടുന്ന വീഡിയോസൊക്കെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ വാട്ടർ ആൻഡ് സോയിൽ എന്ന് പറഞ്ഞിട്ട് എന്താ കൊടുത്തിട്ടുള്ളതെന്ന് നോക്കാം. കുട്ടൻ ആൻഡ് ഫ്രണ്ട്സ് സ്റ്റാർട്ടഡ് ദെയർ ഗെയിം. കുട്ടനും ഫ്രണ്ട്സും ഗെയിം കളിക്കാൻ തുടങ്ങി. ആൻഡ് ദെൻ കെയിം ദ റെയിൻ ഡ്രിസ്ലിംഗ്, ദ സ്കൈ darkened and lightning the flashed. കുട്ടൻ ആൻഡ് ഫ്രണ്ട്സ് ran to their homes. പെട്ടെന്ന് മഴ വന്നു അല്ലേ. അപ്പോൾ ഫ്രണ്ട്സും കുട്ടനും കൂടി തിരിച്ച് വീട്ടിലേക്ക് വന്നു. ലിറ്റിൽ റെയിൻ, ഫ്രഷ് റെയിൻ, പിറ്റർ പാറ്റർ സൗണ്ട്സ്, ദെൻ ഇറ്റ് ബിക്കം മൈറ്റി റെയിൻ. ദ റെയിൻ സ്റ്റോപ്ഡ് ആൻഡ് ദ ക്ലൗഡ്സ് വാനിഷ്ഡ്. അപ്പോൾ റെയിൻ പെട്ടെന്ന് നിന്നു, ക്ലൗഡൊക്കെ മാറി. ദ സോയിൽ കൂൾഡ് ആൻഡ് ഫ്ലവേഴ്സ് ബ്ലൂം. അപ്പോൾ സോയിലിന് എന്ത് പറ്റി? മണ്ണൊക്കെ നന്നായി തണുത്തു, അതേപോലെ ഫ്ലവറൊക്കെ നല്ല വിരിഞ്ഞ് നല്ല സെറ്റായിരുന്നു. അടുത്തത് കുട്ടൻ ജോയിൻഡ് ഹിസ് ഫ്രണ്ട്സ് ടു പ്ലേ ആൻഡ് ഹാഡ് ഇനഫ് ഫൺ തക്ക തിമിതും. അഗൈൻ മഴ പോയപ്പോൾ അവരെന്ത് ചെയ്തു? കളിക്കാൻ തുടങ്ങി അല്ലേ. വാച്ചസ് റെയിൻ ഡ്രോപ്സ് ഫാളിങ് ഓൺ മൈ ലീവ്സ് ആൻഡ് സ്കാറ്ററിങ് എ ഫൺ ഇൻഡീഡ്. നമുക്കറിയാം മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളത്തുള്ളികളൊക്കെ നമ്മുടെ ഇലകളിൽ നിൽക്കും. ഐ ഡിഡ് നോട്ട് ഗെറ്റ് വെറ്റ് ഇൻ ദ റെയിൻ ബിക്കോസ് ഐ വാസ് ഇൻ ദിസ് ഹോൾ ഓഫ് ദ ട്രീ. അപ്പോൾ പാരറ്റ് എന്താ പറയണത്? എനിക്ക് മഴ കിട്ടിയില്ല, ഞാൻ ഇതിൻ്റെ ഉള്ളിലായിരുന്നു. ഇറ്റ് ഈസ് വെരി കോൾഡ് ഔട്ട് ഹിയർ. പുറത്ത് നല്ല തണവുണ്ട്. ദ സോയിൽ ഈസ് വെറ്റ് ആൻഡ് ഡ്രെഞ്ച്ഡ്. ഐ വിൽ നൗ ഹാവ് ന്യൂ ഷൂട്ട്സ് കമ്മിങ്. സോയിൽ നല്ല തണുത്തതാണല്ലേ. അപ്പോൾ അവർ പറയാണ് പുതിയ മഴയൊക്കെ പെയ്ത് നല്ല തണുത്തിരിക്കുകയാണ് എല്ലാവരും. ഓക്കെ, വാട്ട് ആർ ദ ചേഞ്ചസ് ഹാപ്പൻ ഇൻ അവർ സറൗണ്ടിങ്സ് ആഫ്റ്റർ ദ റെയിൻ. മഴയ്ക്ക് ശേഷം നമ്മുടെ ചുറ്റുപാടും എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടാവണത്? അതാണ് ഫസ്റ്റ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഉത്തരം നോട്ട് ചെയ്തോളൂ. ഗ്രൗണ്ട് ബിക്കം വെറ്റ്സ്. നമ്മുടെ ഗ്രൗണ്ടൊക്കെ നനഞ്ഞു. പിന്നെ പ്ലാന്റ്സ് ലുക്ക് ഫ്രഷ് ആൻഡ് ഗ്രീൻ. നല്ല പ്ലാന്റ്സ്, ഇലയിലൊക്കെ പൊടികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി നല്ല ഗ്രീൻ കളറായിട്ടും പ്ലാന്റ്സ് നല്ല ഫ്രഷ് ആയിട്ടും ഇരിക്കും. എർത്ത് വോംസ് കം ഔട്ട് ഓഫ് ദ സോയിൽ. മണ്ണിൻ്റെ പുറത്തുനിന്ന് മണ്ണിരകൾ വരാൻ തുടങ്ങും. ഫ്രോഗ്സ് സ്റ്റാർട്ടഡ് ക്രോക്കിംഗ്. ഫ്രോഗ് കരയാൻ തുടങ്ങും അല്ലേ. ലീവ്സ് ഗെറ്റ് ക്ലീൻഡ്. നേരത്തെ പറഞ്ഞ പോലെ ലീവ്സ് നല്ല ക്ലീൻ ആക്കിയിരിക്കും. ഡസ് ഇറ്റ് റെയിൻ ഓൾ ദ ടൈം ഇൻ യുവർ ലൊക്കാലിറ്റി. എല്ലാ സമയത്തും മഴയുണ്ടാവോ? ഇല്ല. ഇൻ വിച്ച് മന്ത് ഡു വി ഗെറ്റ്. നമുക്ക് കൂടുതലായിട്ടും ജൂൺ ജൂലൈ മാസത്തിലാണല്ലേ കിട്ടുക. സീ ദ ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻസ് അബൌട്ട് ദ റെയിൻഫാൾ ഇൻ ദ മന്ത് ഓഫ് ജൂൺ ഇൻ കേരള. കേരളത്തിൽ ജൂണിലുണ്ടായ മഴയെ പറ്റിയിട്ടുള്ള വാർത്തകളാണ്. ഹെവി റെയിൻഫാൾ ഇൻ കോഴിക്കോട് ഡിസ്ട്രിക്റ്റ്. കോഴിക്കോട് നല്ല മഴയാണെന്ന് പറയുന്നത്. സിവിയർ ഡിക്രീസ് ഇൻ റെയിൻഫാൾ ഇൻ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റ്. തിരുവനന്തപുരത്ത് എന്താണ്? കുറച്ച് കുറവാണ്. ഹൗ ഡു വി ഫൈൻഡ് ഔട്ട് ദ ഡിഫറൻസ് ഇൻ ദ എമൗണ്ട് ഓഫ് റെയിൻഫാൾ? ക്യാൻ വി മെഷർ ദ റെയിൻഫാൾ? ഇപ്പോൾ മഴയുടെ അളവ് എങ്ങനെ അളക്കാൻ പറ്റുക എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. റെയിൻ ഗേജ് യൂസ് ചെയ്തിട്ട് നമുക്ക് മഴയുടെ ഡിഫറൻസ് അളവ് ഒക്കെ അളക്കാൻ പറ്റും കേട്ടോ. വി ക്യാൻ സീ വാട്ടർ ഇൻ ദ എംപ്റ്റി വെസൽ പ്ലേസ്ഡ് ഇൻ ദ കോർട്ട്യാർഡ് ആഫ്റ്റർ ദ റെയിൻഫാൾ. അപ്പോൾ കോർട്ട്യാർഡ്സിലൊക്കെ വാട്ടർ നിറച്ച് വെച്ചത് കാണാം. ദ വാട്ടർ ഇൻ ദ വെസൽ ഇൻഡിക്കേറ്റ് ദ എമൗണ്ട് ഓഫ് ദ റെയിൻഫാൾ. അപ്പോൾ ആ വെസലിലുള്ള വാട്ടറാണ് അതിൻ്റെ റെയിൻഫാൾ കാണിക്കുന്നത്. ദ വാട്ടർ ഇൻ ദ വെസൽ ഇൻഡിക്കേറ്റ് ദ എമൗണ്ട് ഓഫ് റെയിൻഫാൾ. ക്യാൻ വി മെഷർ ദ വാട്ടർ? ഷാൾ വി മേക്ക് ആൻ ഇൻസ്ട്രുമെൻറ്റ് ടു മെഷർ റെയിൻഫാൾ. അപ്പം റെയിൻഫാൾ മെഷർ ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് നമുക്ക് ഉണ്ടാക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ പേര് റെയിൻ ഗേജ് എന്നാണ്. റെയിൻ ഗേജ് ഈസ് എ സിമ്പിൾ ഇൻസ്ട്രുമെൻറ്റ് ടു മെഷർ റെയിൻഫാൾ. റെയിൻഫാൾ അളക്കാനുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ് റെയിൻ ഗേജ്. ഹൗ ക്യാൻ വി മേക്ക് ദീസ്? എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്? അതിന് എന്തൊക്കെ സാധനങ്ങൾ വേണം? അതാണ് മെറ്റീരിയൽസ് നീഡഡ്. ഗ്ലാസ് ബോട്ടിൽ വേണം, ഒരു ഫണൽ വേണം, സ്കെയിൽ വേണം കേട്ടോ. ഹൗ ടു മേക്ക് ഫിറ്റ്സ് ദ സ്കെയിൽ ടു ദ ഗ്ലാസ് ബോട്ടിൽ ആസ് ഷോൺ ഇൻ ദ പിക്ചർ. പിക്ചറിൽ കാണിച്ചിട്ടുള്ള പോലെ എന്ത് ചെയ്യുക? ഗ്ലാസ് ബോട്ടിലിൽ നമ്മുടെ സ്കെയിൽ വെക്കുക. പ്ലേസ് ദ ഫണൽ ഓൺ ദ ടോപ്പ് ഓഫ് ദ ഗ്ലാസ് ബോട്ടിൽ. ഗ്ലാസ് ബോട്ടിലിൻ്റെ മേലെ നമ്മുടെ ഫണലും വെക്കുക. ഫിറ്റ്സ് ദ ബോട്ടിൽ ഇൻ ആൻ ഓപ്പൺ സ്പേസ് ഔട്ട്സൈഡ്. അപ്പോൾ ഏതെങ്കിലും പുറത്തെ സ്ഥലത്ത് കൊണ്ടുപോയി ഇത് വെക്കുക. നോട്ട് ഡൗൺ ദ വാട്ടർ ലെവൽ അറ്റ് ഫിക്സഡ് ഇൻ്റർവെൽ. ഓരോ ടൈം നോക്കിയിട്ട് എത്ര വെള്ളം ഉണ്ടെന്ന് നോക്കുക. മേക്ക് എ റെയിൻ ഗേജ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുവർ ഫ്രണ്ട്സ് ആൻഡ് മെഷർ ദ റെയിൻഫാൾ ഈച്ച് ഡേ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ബിലോ. കണ്ട ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു ബോട്ടിൽ, അതിലൊരു സ്കെയിൽ വെച്ചിട്ടുണ്ട്, പിന്നെ അതിൻ്റെ മേലെ ഒരു ഫണലും വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൽ എത്ര വെള്ളം വീണു എന്ന് നമുക്ക് അളക്കാൻ പറ്റും ഓരോ ടൈമിലും. അപ്പം നമ്മൾ നിങ്ങളോട് ഇത് ഡയറക്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കുക. ഓരോ ഡേറ്റ് ഇപ്പോൾ ഏതാ 1-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യാനും 1, 2, 3, 4, 5, 6, 7 അങ്ങനെ കൊടുക്കുക. ഓരോ ദിവസം എത്ര സെൻറ്റിമീറ്റർ റെയിൻഫാൾ കിട്ടിയെന്ന് സ്കെയിലിൻ്റെ അളവിൽ എഴുതുക കേട്ടോ. റിമെമ്പർ ടു നോട്ട് ഡൗൺ ദ എമൗണ്ട് ഓഫ് റെയിൻഫാൾ റിസീവ്ഡ് ഈച്ച് ഡേ ഓൺ ദ ക്ലാസ് ബുള്ളറ്റിൻ ബോർഡ്. വിച്ച് ഡേ, ഏതിലാണ് കൂടുതലെന്നും ഏതിലാണ് കുറവെന്നും നിങ്ങൾ പ്രത്യേകം മാർക്ക് ചെയ്യണം. ഓക്കെ, ഇനി ഏതെങ്കിലും
ദിവസം മഴ കിട്ടാത്തുണ്ടെങ്കിൽ അതും നോട്ട് ചെയ്യണം കേട്ടോ. എ റെയിൻ ഗേജ് ഫോർ മീ, മേക്ക് എ റെയിൻ ഗേജ് അറ്റ് ഹോം, റൈറ്റ് ദ എമൗണ്ട് ഓഫ് റെയിൻഫാൾ റിസീവ്ഡ് ഈച്ച് ഡേ ഇൻ യുവർ എൻവയോൺ. ഇതുപോലെ ഒരു റെയിൻ ഗേജ് വീട്ടിലേക്കും ഉണ്ടാക്കിയിട്ട് വീട്ടിൽ എത്ര മഴ കിട്ടുന്നുണ്ടെന്നും ഇതേപോലെ അടയാളപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. വേർ ഡസ് ദ റെയിൻ വാട്ടർ ഗോ എന്നാണ് അടുത്ത ഭാഗം ചോദിച്ചിട്ടുള്ളത്. വേർ ഡസ് ദ റെയിൻ വാട്ടർ ഗോ ആഫ്റ്റർ ദ റെയിൻഫാൾ, റെയിൻഫാളിന് ശേഷം നമ്മുടെ റെയിൻ വാട്ടർ എങ്ങോട്ടാണ് പോവുക? അപ്പോൾ പറഞ്ഞു, നോട്ട് ചെയ്തോ. സം വാട്ടർ ഗോസ് ഇൻ ടു ദ സോയിൽ, കുറച്ച് വാട്ടർ എന്ത് ചെയ്യും? സോയിലിലേക്ക് തന്നെ തിരിച്ചു പോവും. പിന്നെ സം വാട്ടർ ഗോസ് ഇൻ ടു റിവേഴ്സ്, ലേക്ക്, പിന്നെ നമുക്ക് എന്ത് പറയാം, ആൻഡ് പോണ്ട്, അവിടേക്ക് പോവും. ഓക്കെ. അടുത്തത് സം വാട്ടർ ഇവാപ്രേറ്റ്സ്, ചിലത് എന്ത് ചെയ്യും? ഇവാപ്രേറ്റ് ചെയ്ത് നീരാവിയായിട്ട് മേലേക്ക് പോവും. പിന്നെ സം വാട്ടർ അബ്സോർബ്ഡ് ബൈ പ്ലാന്റ്സ് ആൻഡ് ട്രീസ്, ചില വാട്ടർ എന്ത് ചെയ്യും? പ്ലാന്റ്സും ട്രീസും അബ്സോർബ് ചെയ്യും. ഓക്കെ. ഒരു പിക്ചർ, 2 പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. പിക്ചർ 1ഉം കൊടുത്തിട്ടുണ്ട്, പിക്ചർ 2ഉം കൊടുത്തിട്ടുണ്ട്. ഫിൽ ഡ്രൈ സോയിൽ ഇൻ എ പ്ലാസ്റ്റിക് ബോട്ടിൽ, ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ നനവൊന്നും ഇല്ലാത്ത സോയിൽ നിറയ്ക്കുക. മേക്ക് എ ഹോൾ അറ്റ് ദ ബോട്ടം ഓഫ് ഇറ്റ്, അതിൻ്റെ അടിയിൽ ഒരു ഹോൾ ഉണ്ടാക്കുക. അടിയിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുക, കുറച്ച് വാട്ടർ എടുക്കണം, അതേപോലെ ഒരു നീഡിൽ എടുക്കണം, സൂചി. യൂസ് ദ ഒബ്ജക്റ്റ് ഇൻ പിക്ചർ ടു ഗെറ്റ് റെയിൻഫാൾ ഇൻ ടു ദ സോയിൽ ഇൻ ദ ബോട്ടിൽ ഓഫ് പിക്ചർ 1. വാട്ട് ഹാപ്പൻ ടു ദ വാട്ടർ വെൻ ഇറ്റ് ടച്ചസ് ദ സോയിൽ, സോയിലിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടറിന് എന്ത് പറ്റും? അപ്പോൾ അതിൻ്റെ പോയിന്റ്സ്, വാട്ടർ ഗെറ്റ് അബ്സോർബ്ഡ് ഇൻ ടു ദ സോയിൽ, സോയിലിലേക്ക് അബ്സോർബ് ചെയ്ത് പോവും. സോയിൽ സ്റ്റോർസ് ദ വാട്ടർ, സോയിൽ എന്ത് ചെയ്യും? വാട്ടറിനെ സ്റ്റോർ ചെയ്യും. പിന്നെ നമുക്ക് എന്തൊക്കെ പറയാം? പ്ലാന്റ്സ് അബ്സോർബ് ദ വാട്ടർ പറയാം, അല്ലെങ്കിൽ വാട്ടർ ഇവാപ്രേറ്റ്സ് പറയാം കേട്ടോ. നിങ്ങളോട് ചിത്രം കൂടി വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് വാട്ടർ സോഴ്സസ് ആണ്. ദ വെൽ ഇൻ മൈ ഹൗസ് ഈസ് ഫില്ലഡ് വിത്ത് വാട്ടർ, കിണറിൽ വെള്ളം നിറഞ്ഞു എന്നാണ് പറയുന്നത്. ഇൻ മൈ ഹൗസ് ദർ ഈസ് എ ബോർവെൽ, വി കനോട്ട് സീ ദ വാട്ടർ ലെവൽ ഇൻ ഇറ്റ്, എൻ്റെ വീട്ടിൽ ബോർവെല്ലാണ്, അതുകൊണ്ട് അതിൽ എത്ര വെള്ളം ഉണ്ടെന്ന് അറിയാൻ പറ്റില്ല. ദ പോണ്ട് ഇൻ അവർ ഫാം ലാൻഡ് ഗീവ്സ് അസ് വാട്ടർ നീഡഡ് ഫോർ ഫാമിംഗ് ആൻഡ് ഫോർ ഹൗസ് ഹോൾഡ് പർപ്പസ്. അപ്പോൾ അവർക്കൊരു പോണ്ട് ഉണ്ട് അല്ലേ, അതിലത്തെ വെള്ളമാണ് ഫാമിങ്ങിനും വീട്ടിലത്തെ പാത്രം കഴുകുക അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നത്. വേർ ഡു യു ഗെറ്റ് വാട്ടർ ഫോർ യുവർ ഹോംസ്, വീട്ടിലേക്ക് നിങ്ങൾക്കുള്ള വെള്ളം എവിടെ നിന്നൊക്കെയാണ് കിട്ടുന്നത്? നമുക്ക് വെൽസ് പറയാം, അതേപോലെ ഡയറക്റ്റ് റെയിൻ വാട്ടർ പറയാം, റിവർ പറയാം, പോണ്ട് പറയാം, സ്ട്രീംസ് പറയാം, ഇവിടെ നിന്നൊക്കെയാണ് കിട്ടുന്നത്. സുരംഗ ആൻഡ് കെനി, അപ്പോൾ എന്താണെന്ന് നോക്കാം. The method of building tunnels that are just enough for a person to walk through and to bring groundwater outside is called suranga. അപ്പോൾ എന്താ? ഗ്രൗണ്ട് വാട്ടർ, ഒരു മനുഷ്യന് നടന്ന് പോയിട്ട് കളക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പണിതിട്ടുള്ള ടണൽ രീതിയിൽ പണിതിട്ടുള്ളതാണ് സുരംഗ. ദിസ് മെത്തേഡ് ഹാസ് ബീൻ യൂസ്ഡ് ഫോർ ഏജസ് ടു കളക്ട് വാട്ടർ ഇൻ കാസർഗോഡ് ഡിസ്ട്രിക്ട് ആൻഡ് സം പാർട്സ് ഓഫ് കർണാടക. കർണാടകയിലും അതേപോലെ കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലുമാണ് ഈ മെത്തേഡ് കൂടുതലായിട്ടും ഉപയോഗിച്ചിരുന്നത് പണ്ട് കാലത്ത്. ദ വേർഡ് കനി മീൻസ് വെല്ല്, കെനിയുടെ മീനിങ് എന്താണ്? വെല്ലാണ് കേട്ടോ, കിണറാണ്. കെനി ഈസ് കൺസ്ട്രക്റ്റഡ് ബൈ ഇൻസേർട്ടിങ് ഹോളോഡ് വുഡ് ഓഫ് ലാർജ് ട്രീസ് ഇൻ ടു ദ എർത്ത്. പഴയ വലിയ ട്രീസിൻ്റെ വുഡൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. കെനി ഈസ് ഓൺലി ഡീപ്പ് ഇനഫ് ഫോർ ടേക്കിംഗ് വാട്ടർ വിത്ത് വെസൽസ് ഡയറക്ട്ലി. ഇറ്റ് ഈസ് സ്റ്റിൽ യൂസ്ഡ് ബൈ മെനി ട്രൈബൽ ഗ്രൂപ്പ്സ് ഇൻ കേരള. ആരാണ് കൂടുതൽ യൂസ് ചെയ്യുക? ട്രൈബൽസ് ആണ് കേട്ടോ യൂസ് ചെയ്യുക. അടുത്തത് വാട്ടർ ഫോർ ലൈഫ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിലെന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? ആ പിക്ചറിൽ കുറേ ജീവജാലങ്ങളുണ്ട് അല്ലേ. എലഫൻ്റ് ഉണ്ട്, ഡിയർ ഉണ്ട്, അതുപോലെ ബഫല്ലോ ഉണ്ട്, പിന്നെന്താ പറയുക, ടൈഗർ ഉണ്ട്, മങ്കി ഉണ്ട്, സ്നേക്ക് ഉണ്ട്, ഫിഷസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഒബ്സർവ് ദ പിക്ചർ. ദീസ് ക്രീച്ചേഴ്സ് യൂസ്ഡ് വാട്ടർ ഇൻ ദ പോണ്ട് ഫോർ ഡിഫറെൻറ്റ് പർപ്പസ്. എന്തിനൊക്കെയാണ് അവർ വെള്ളം ഉപയോഗിക്കേണ്ടതെന്ന് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫിഷാണ് ആദ്യം കൊടുത്തിട്ടുള്ളത്. ഫിഷ് എന്തിനൊക്കെയാണ്? ഫസ്റ്റ് നമുക്ക് ബ്രീത്തിങ് പറയാം, കാരണം നമ്മുടെ വെള്ളത്തിൻ്റെ അകത്ത് എന്തുണ്ട്? ഓക്സിജൻ ഉണ്ട്. അപ്പോൾ ഈ ഫിഷ് അതാണ് ബ്രീത്ത് ചെയ്യുന്നത് അവരുടെ ഗിൽസ് ഉപയോഗിച്ച്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ബ്രീത്തിങ്, യൂസ് ഓഫ് വാട്ടറിൽ കേട്ടോ. സെക്കൻഡ് ലിവിങ് ഹാബിറ്റേറ്റ്, അവർക്ക് ജീവിക്കാനുള്ള ഒരു സ്ഥലമാണ് അല്ലേ വെള്ളം. പിന്നെ ഫൈൻഡിങ് ഫുഡ്, അതിൽ നിന്നാണ് അവർ ഫുഡ് കണ്ടുപിടിക്കുന്നത്. പിന്നെ സ്വിമ്മിങ്ങിനും ലേയിങ് എഗ്സും. അപ്പോൾ ഏത് പോയിന്റ് വേണമെങ്കിലും എഴുതാം കേട്ടോ. അടുത്തത് എലഫൻറ്റ് ഡ്രിങ്കിങ്ങിനും ബാത്തിങ്ങിനും അതേപോലെ പ്ലേയിങ്ങിനും, ഇത് മൂന്നിനുമാണ് എലഫൻറ്റ് വരുന്നത്. പിന്നെ അതിലുള്ളത് ടൈഗറാണ്. ടൈഗറും എന്തിനാണ്? ഡ്രിങ്കിങ്ങിനും ബാത്തിങ്ങിനും ഹണ്ടിങ്ങിനും വരും. ചില സമയത്ത് മീനൊക്കെ പിടിക്കുക. അടുത്തത് പിന്നെ മങ്കിയാണ്. മങ്കി എന്തിനൊക്കെയാണ്? ഡ്രിങ്കിങ്ങിനും ബാത്തിങ്ങിനും പിന്നെ ക്ലീനിങ് ഫുഡ്, ആൾക്കാരുടെ ഫുഡ് ഐറ്റംസ് ക്ലീൻ ചെയ്യാൻ വരും. പിന്നെ ഡിയറാണ് ഡ്രിങ്കിങ്ങിനും ഈറ്റിംഗ് പ്ലാന്റ്സ് നിയർ വാട്ടർ, ആ വാട്ടറിൻ്റെ സൈഡിലുള്ള പ്ലാന്റ്സ് ആണ് ഡിയർ കഴിക്കുക. അടുത്തത് ഈഗിള് ഡ്രിങ്കിങ്ങിനും ഹണ്ടിങ് ഫിഷസിനും ബാത്തിങ്ങിനും. അപ്പോൾ ഇത്രയും ഭാഗം വെച്ചിട്ട് അവിടെ ഫില്ല് ചെയ്യാം കേട്ടോ. ഓക്കെ.
അടുത്തത് വാട്ട് പർപ്പസ് ടു വി യൂസ് വാട്ടർ ഫോർ. നമ്മൾ എന്തിനൊക്കെയാണ് വാട്ടർ യൂസ് ചെയ്യുന്നത്? നമ്മൾ യൂസ് ചെയ്യുന്നത് ഡ്രിങ്കിങ്ങിന്, മെയിനായിട്ട് ഡ്രിങ്കിങ്ങിന്, പിന്നെന്താ വാഷിംഗ് ക്ലോത്ത്സ്, പിന്നെ ബാത്തിങ്, ക്ലീനിങ് വെസൽസ് ഒക്കെ നമുക്ക് പറയാം. ഓക്കെ, പിന്നെ ഗാർഡനിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, വാട്ട് വിൽ ഹാപ്പൻ ടു ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് അതർ ലിവിങ്സ് ഇഫ് ദേ ഡു നോട്ട് ഗെറ്റ് ഇനഫ് വാട്ടർ, ഡിസ്കസ് ആൻഡ് റൈറ്റ്. അപ്പോൾ ലിവിങ് ബീയിങ്സിനും നമുക്കൊന്നും വെള്ളം കിട്ടിയില്ലെങ്കിൽ എന്ത് പറ്റും? ദേ ഡൈഡ്. ഓക്കെ, അല്ലെങ്കിൽ അവർക്ക് പ്രോപ്പറായിട്ട് വെള്ളം കിട്ടില്ലെങ്കിൽ അവർ മരിക്കും. ഓക്കെ, അതാണ് അവിടെ ആൻസർ വരിക. പ്ലീസ് ഡോണ്ട് വേസ്റ്റ്. വാട്ടർ പൈപ്പ് ബേർസ്റ്റഡ് ഇൻ ദ സിറ്റി റോഡ് ഫില്ലഡ് വിത്ത് വാട്ടർ. യു ഹാവ് സീൻ ന്യൂ ഹെഡ്ലൈൻസ് ലൈക്ക് ദിസ്. ഇതുപോലത്തെ ഹെഡ്ലൈൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന്. റൈറ്റ് എ ഫ്യൂ സിറ്റുവേഷൻ ഇൻ വിച്ച് വാട്ടർ ഈസ് വേസ്റ്റഡ്. നമ്മൾ വെള്ളം വേസ്റ്റ് ആക്കുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്ന് എഴുതുക. ഫസ്റ്റ്, ലീവിങ് ടേപ്സ് റണ്ണിങ് വൈൽ ബ്രഷിങ് ഓർ വാഷിംഗ് ഹാൻഡ്സ്. നമ്മൾ പല്ല് തേക്കുമ്പോഴോ കൈ കഴുകുമ്പോഴോ, കൈ കഴുകി അല്ലെങ്കിൽ പല്ല് തേക്കുന്ന വരെ വെറുതെ പൈപ്പ് തുറന്നിടുന്നവരുണ്ട്. അപ്പോൾ അതെന്താ, നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം തുറന്ന് വായി കഴുകിയാൽ മതി. പക്ഷെ അല്ലെങ്കിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മുതലേ വെള്ളം തുറന്നിടും. അപ്പോൾ അത് എന്താണ്, വാട്ടർ വേസ്റ്റ് ആക്കുന്ന ഒരു കേസാണ്. പിന്നെ സെക്കൻഡ്, ഫ്ലഷിങ് ടോയ്ലറ്റ് അൺനെസസറി. ഇപ്പോൾ ടോയ്ലറ്റിലെ ഫ്ലഷസ് അനാവശ്യമായിട്ട് അടിക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം അടിച്ചു കൊടുത്താൽ മതി. ഹൈ സ്പീഡിൽ ചിലപ്പോൾ അടിക്കേണ്ട സിറ്റുവേഷൻ അല്ലാണ്ട് പോലും അടിക്കുന്നവരുണ്ട്. അപ്പോൾ അത് അടുത്തത് ഓവർ വാട്ടറിങ് പ്ലാന്റ്സ് ഓർ ഗാർഡൻസ്. നമ്മൾ ഈ പ്ലാന്റ്സിനും ഗാർഡനും ആവശ്യമുള്ള വെള്ളം കൊടുത്താൽ മതി. ആവശ്യമില്ലാണ്ട് കുറേ പൈപ്പ് തുറന്നിടുന്നവരുണ്ട്. പിന്നെ വാട്ടർ ലീക്കിംഗ് ഫ്രം ടാപ്സ്. ഇപ്പോൾ ചില പൈപ്പ് ഇതൊക്കെ ലീക്കേജ് വന്നിട്ട് വെള്ളം പോകും അല്ലേ, അപ്പോൾ അതൊക്കെ അടയ്ക്കണം. വാട്ട് ക്യാൻ വി ഡു ടു സ്റ്റോപ്പ് വേസ്റ്റിംഗ് വാട്ടർ. ഇതുപോലെ വാട്ടർ വേസ്റ്റ് ആക്കുന്നത് തടയാൻ നമുക്ക് എന്ത് ചെയ്യാം? ടേൺ ഓഫ് ടാപ്സ് വെൻ നോട്ട് ഇൻ യൂസ്. ആവശ്യമില്ലാത്തപ്പോൾ നമുക്ക് പൈപ്പ് ഓഫ് ചെയ്തിടാം. പിന്നെ ഫിക്സ് ലീക്കിംഗ് ടാപ്സ്. ലീക്കുള്ള ടാപ്സൊക്കെ ഫിക്സ് ചെയ്യാം. പിന്നെ ടേക്ക് ഷോർട്ട് ബാത്ത്. ചെറിയ കുളിക്കാനൊക്കെ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം യൂസ് ചെയ്താൽ മതി. പിന്നെ അവോയ്ഡ് അൺനെസസറി ഫ്ലഷിങ്. ആവശ്യമില്ലാണ്ട് ഫ്ലഷ് ചെയ്യൽ നിർത്താം. ഓക്കെ, പിന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അതിൽ പോയിന്റ് കുറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വാട്ടർ പ്യൂരിഫിക്കേഷൻ ആണ് പറഞ്ഞത്. ഹൗ ഡസ് ദ മഡി വാട്ടർ ടു ക്ലീൻ വെൻ ഇറ്റ് റീച്ചസ് ദ വെൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം തൊട്ടിട്ട് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. താങ്ക്